നിങ്ങൾ ആൾക്കാരെ സഹായിക്കുന്ന ഒരാളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വായ്പ കൊടുക്കണമെന്നോ എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ അത് ക്യാഷ് ആയിട്ട് കൊടുക്കുകയോ വായ്പ കൊടുക്കുകയോ ചെയ്യുക. ദയവ് ചെയ്ത് പോയിട്ട് ജാമ്യം നിൽക്കരുത്. ഏതെങ്കിലും ഒരു ലോണിന് ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുക. കാരണം നമ്മുടെ സിബിൽ സ്കോറിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, നമ്മളറിയാതെ നമ്മുടെ സിബിൽ സ്കോർ കുറയാൻ കാരണമാകുന്ന ഒരു സംഭവമാണ് നമ്മൾ പോയിട്ട് ഈ ഗ്യാരണ്ടർ നിൽക്കല്. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആള്, അതായത് ഹസ്ബൻഡ്, വൈഫ്, അച്ഛൻ, അമ്മ, മക്കള്, ആ രീതിയിലുള്ള സഹോദരങ്ങള് കുഴപ്പമില്ല, ആ രീതിയിലുള്ള ആൾക്കാർക്കല്ലാണ്ട് പുറമേ നിന്നൊരാൾക്ക്, അതിന് എത്ര വലിയ കൂട്ടുകാരായാലും അത്യാവശ്യം അകന്ന റിലേറ്റീവ്സ് ആയാലും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താന്ന് വെച്ചാല്, ഞാനിപ്പം ബോട്ടിന് പോയി അവിടെ നിന്ന് ഒരു കസ്റ്റമറെ കണ്ടു. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു കേട്ടൻ എടുക്കാൻ താല്പര്യമുണ്ട്, നീ എന്റെ സിബിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് വിവരം പറയണേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, എന്തെങ്കിലും അടവോ കാര്യങ്ങളോ പെൻഡിങ് ഉണ്ടോ? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ ഒരാൾക്ക് ജാമ്യം നിന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിലൊരു ഡൗട്ട് ഉണ്ട്. തീരെ ഒഴിവാക്കാൻ പറ്റാത്ത അവസരങ്ങളിലല്ലാതെ നമ്മൾ പോയിട്ട്, നമ്മുടെ എത്ര വലിയ ആളായിരിക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, നമുക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും, നമ്മുടെ റിലേറ്റീവ് ആയിരിക്കും, വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ 500 1000 വായ്പ കൊടുത്തോളൂ, പോയിട്ട് ഗ്യാരണ്ടർ നിന്നേക്കരുത്. സിവിൽ സ്കോർ പറയും. അതുപോലുള്ള കുറെ കൂട്ടായിട്ട് എടുക്കുന്ന ലോണുകളുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ 4 5 പേര് കൂട്ടിട്ട് ലോൺ എടുക്കും. അതിൽ ഒരാളുണ്ടാവും ബാക്കിയുള്ളവരുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അവരടവ് പെൻഡിങ് ആക്കിയാലും നമുക്ക് പ്രശ്നം. ഇതില് ഈ കൂട്ടത്തിൽ നിന്ന് 4 പേരെയും ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഇതൊന്നും അറിയുന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം എല്ലാരെയും ബാധിക്കുന്നതാണ്. നമുക്കൊരാവശ്യം വന്നിട്ട് ഒരു ലോണിന്റെ പുറകെ പോകുമ്പോൾ ഏറ്റവും ആദ്യം ഇപ്പൊ ചെക്ക് ചെയ്യുന്നത് ക്രെഡിറ്റ് സ്കോർ. ഈ സിബിൽ സ്കോർ കുറവാണെങ്കിൽ ആദ്യം തന്നെ റിജക്ട് ആക്കും. നമുക്കിപ്പോ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കസ്റ്റമർ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരെടുക്കുന്ന ലോണെല്ലാം കറക്റ്റ് ആയിട്ട് അടച്ചു പോകുന്നതായിരിക്കും. അവര് വേറെ വീഴ്ചകളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷെ അവര് പോയി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ജാമ്യം നിന്നിട്ടുണ്ടാവും. അത് അവരുടെ സ്കോർ കുറച്ചിട്ടുണ്ടാവും. സൈനിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ചിന്തിക്കില്ല. നമുക്ക് വേണ്ടപ്പെട്ട ആളാണല്ലോ, നമുക്ക് നാളെ കാണേണ്ട ആളാണല്ലോ, ആ രീതിയിൽ വിചാരിച്ചിട്ട് കുറെ പേര് ഒപ്പിടും. കുറെ പേര് പിന്നെ വേറെ നിവൃത്തിയില്ലാതെ ഒപ്പിടുന്നവരുണ്ട്. എങ്ങനെയായാലും നമ്മൾ ഗ്യാരണ്ടർ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇവര് കറക്റ്റ് ആയിട്ട് അടച്ചു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ എത്രയോ കേസ് റിജക്ട് ആയിട്ടുണ്ട്.